Hello students, now we are going to represent relations using diagrams, which is more easy than representation using matrices. Here we have set A equal to 1, 2, 3, 4 and we have a relation defined on A, which is a subset of A cross A given by 1, 1, 1, 3, 2, 1, 2, 3, 2, 4, 3, 1, 3, 2, 4, 1. Now the points of A are represented using some dots. Say this is 1, this is 2, this is 3, this is 4. ഇങ്ങനെ പോയിന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഡയഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ള അർത്ഥത്തിലാണ് അത് ആദ്യം പറഞ്ഞത്. മാത്തമാറ്റിക്കലി ദിസ് ഈസ് ഗ്രാഫ്. തേർഡ് ഇയറിൽ നിങ്ങൾ ഗ്രാഫ് തിയറി എന്നൊരു പേപ്പർ തന്നെ പഠിക്കുന്നുണ്ട്. These dots are called vertices and the relations can be expressed in terms of the edges connecting the vertices. Verticesനെ connect ചെയ്യുന്ന edges. Graph is a pair vertices edges. VE. Graph is a pair VE. V is a set of points and E is the relationship among the vertices. Here 1, 1. 1ൽ നിന്ന് 1ലേക്ക് തന്നെ. അപ്പോൾ അതിനൊരു ലൂപ്പ് എന്ന് പറയും. 1ൽ നിന്ന് 1ലേക്ക് തന്നെ. ഇതിൻ്റെ ഡയറക്ഷൻ എന്നാ കൊടുത്താലും നമുക്ക് 1ൽ നിന്ന് 1ലേക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, തിരിച്ചു വേണമെങ്കിലും കൊടുക്കാം. ഡയറക്ഷൻ ഒന്നും കൊടുത്തില്ലെങ്കിലും അതൊരു ലൂപ്പാണ് എന്നറിയാം. അതുകൊണ്ടൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തത് നോക്കുക 1, 3. 1ൽ നിന്ന് 3ലേക്ക്. അപ്പോൾ നമ്മൾ 1ൽ നിന്ന് 3ലേക്ക് ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു. 1ൽ നിന്ന് 3ലേക്കാണ് എന്നറിയാൻ ഇങ്ങനെ ഒരു ആരോ ഉപയോഗിക്കുന്നു. അപ്പോൾ വെർട്ടിസസ് എഡ്ജസ് മാത്രം ഉള്ളെങ്കിൽ അതൊരു ഗ്രാഫ്. വെർട്ടെക്സ് ഡോട്ട് ഉപയോഗിക്കും, എഡ്ജസ് വര ഉപയോഗിച്ചും എഴുതും. ആ വര ഡയറക്റ്റഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ ഡൈഗ്രാഫ്. ഡയറക്റ്റഡ് ഗ്രാഫിനെ ഈ എഡ്ജസിന് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളതിനെ ഡൈഗ്രാഫ് എന്ന് വിളിക്കും. അപ്പോൾ ഡൈഗ്രാഫ്സ് ഉപയോഗിച്ചാണ് ഇപ്പോൾ നമ്മളുടെ റിലേഷൻസിനെ എഴുതാൻ പോകുന്നത്. ഇനി വെർട്ടെക്സ് ക്ലിയർ ആയിട്ട് അറിയത്തില്ലെങ്കിൽ വേണേൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വരയൊക്കെ വരയ്ക്കുമ്പോൾ കാണാതെ പോകും. അതുകൊണ്ട് ഇങ്ങനത്തെ നോട്ടേഷൻ നമുക്ക് വെർട്ടെക്സിന് വേണമെങ്കിൽ കൊടുക്കാം. 1, 3 നമ്മൾ പറഞ്ഞു. അതുപോലെ 2, 1. 2ൽ നിന്ന് 1ലേക്ക് ഒരു വര കൊടുക്കുക. 2ൽ നിന്ന് 1ലേക്കാണെന്ന് അറിയാൻ ആരോ കൊടുക്കുക. 2ൽ നിന്ന് 3ലേക്ക് ഇങ്ങനെ വരയ്ക്കാം. 2ൽ നിന്ന് 4ലേക്ക് അതിനെ ക്രോസ് ചെയ്ത് വേണം വരയ്ക്കാൻ. 2ൽ നിന്ന് 4ലേക്ക്, 3ൽ നിന്ന് 1ലേക്ക്. 1ൽ നിന്ന് 3ലേക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതേ വരയെ കൂടെ വരയ്ക്കത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കാം. 3ൽ നിന്ന് 1ലേക്ക്, 3ൽ നിന്ന് 1ലേക്കാന്നുള്ള ആരോയും കാണിക്കാം. അപ്പം അതേ കൂടെ തന്നെ വീണ്ടും വരയ്ക്കുന്നതിന് പകരം അത് രണ്ടും ഉണ്ടെന്നാണ്. 3, 2 കഴിഞ്ഞു. 4, 1. 4ൽ നിന്ന് 1ലേക്ക്. അപ്പോൾ 4ൽ തുടങ്ങി 1ൽ തീരുന്നത് പോലെ നമുക്കൊരു വര വരയ്ക്കാം. 4ൽ നിന്ന് 1ലേക്കാണ് എന്ന് കാണിക്കാൻ ഈ ഡയറക്ഷൻ കൊടുക്കാം. അപ്പോൾ ഈ റിലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൈഗ്രാഫ് ഓർ ഡയഗ്രം. അപ്പോൾ അവിടെ ഗ്രാഫ് എന്താണ് എന്നുള്ളൊരു എക്സ്പ്ലനേഷനൊക്കെ നിങ്ങളുടെ നോട്ടിലുണ്ട്. ഗ്രാഫ് ശരിക്കും ഗ്രാഫ് തിയറി എന്നുള്ള പേരിൽ തന്നെ നിങ്ങൾ പിന്നീട് പഠിക്കാൻ തേർഡ് ഇയറിലൊക്കെ പഠിക്കാൻ ഉള്ളൊരു ടോപ്പിക്കാണ്. ഗ്രാഫ് എന്താണെന്നാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. ഡയറക്റ്റഡ് ഗ്രാഫ് ഓർ ഡയഗ്രാഫ് കൺസിസ്റ്റിംഗ് ഓഫ് സെറ്റ് വി ഓഫ് വെർട്ടിസസ് ഓർ നോഡ്സ്. നമ്മൾ ആ സർക്കിൾ പോലെ ചെറുതായിട്ട് വരച്ച് വെർട്ടിസസ് ഓർ നോഡ് വിത്ത് എ സെറ്റ് ഇ ഓഫ് ഓർഡേർഡ് പെയർസ് ഓഫ് എലമെന്റ്സ് ഓഫ് വി. 1, 2 ഒരു എഡ്ജ് വരച്ചപ്പോൾ ഓർഡേർഡ് പെയർ 1, 2. ഓർഡേർഡ് പെയർ പറഞ്ഞാൽ 1ൽ നിന്ന് 2ലേക്കാണ് എന്നറിയാൻ. അപ്പോൾ ഓർഡേർഡ് പെയർ 1, 2 മീൻസ് ദ എഡ്ജ് ഫ്രം 1 to 2. അപ്പോൾ എഡ്ജസ് ആർക്സ് എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട്. വെർട്ടെക്സിനെ ഇനിഷ്യൽ വെർട്ടെക്സ് ഓഫ് ആൻ എഡ്ജ് എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ പറയുമ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന എഡ്ജിന്റെ ആദ്യത്തെ ഭാഗം എ ആണ്. അതിന് ഇനീഷ്യൽ വെർട്ടെക്സ് എന്ന് പറയും. ബി ഈസ് കോൾഡ് ദ ടെർമിനൽ വെർട്ടെക്സ് ഓഫ് ദ എഡ്ജ്. നമ്മൾ നേരത്തെ തന്നെ കണ്ട ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല, ഇവിടെ വളഞ്ഞൊക്കെയാണ് എല്ലാ വരകളും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വരകൾ അങ്ങനെ വരാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഡയറക്റ്റഡ് ഗ്രാഫ് എന്നിട്ട് റിലേഷൻ എഴുതാൻ നമ്മളോട് ചോദിക്കാം. അപ്പോൾ ഈ കാണുന്ന ഒരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. അവിടെ വെർട്ടീസസിന് പേര് കൊടുത്തിരിക്കുന്ന A, B, C. ദീസ് ആർ 3 വെർട്ടീസസ്. എയിൽ നിന്ന് ബിയിലേക്കുണ്ട്, അപ്പോൾ അതിനെ ഓർഡേർഡ് പെയർ എ ബി എന്ന് എഴുതുന്നത്. ഈ കാണുന്ന വര ഓർഡേർഡ് പെയർ എ ബി എന്നാണ് നമുക്ക് എഴുതാവുന്നത്. ബി എന്ന് എഴുതണമെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് വേറെ വരണമായിരുന്നു. അപ്പോൾ ലൂപ്സിനെ ഡയറക്ഷൻ കൊടുത്തോ കൊടുക്കാതെയൊക്കെ കാണിക്കാം എന്ന് നിങ്ങൾക്ക് ഇതിനോടൊക്കെ മനസ്സിലായി കാണും. വേണമെങ്കിൽ കൊടുത്തു എഴുതാം. എങ്ങനെ ഡയറക്ഷൻ കൊടുത്താലും എ എന്ന് ഈ ലൂപ്പിന് എഴുതത്തുള്ളൂ. ഇടത്തേക്ക് കൊടുത്താലും വലത്തേക്ക് കൊടുത്താലും എ എന്ന് അതിനെ എഴുതത്തുള്ളൂ. അപ്പോൾ ഈ ഡയഗ്രാഫിനെ നമുക്ക് റിലേഷനായിട്ട് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ
എങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും? ആർ ഈക്വൽ ടു ഓർഡേഡ് പെയർ എ പിന്നെ എന്നാ ഉള്ളത്? ഓർഡേഡ് പെയർ എ ബി. എയിൽ നിന്ന് പോകുന്നതേ ഉള്ളൂ, അപ്പോൾ എ സി എന്നില്ല. പിന്നെ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർഡേഡ് പെയർ ബി ബി, ഓർഡേഡ് പെയർ ബി സി. സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേഡ് പെയർ സി സി, ഓർഡേഡ് പെയർ സി എ. അങ്ങനെ നമുക്ക് സി ബി ഉണ്ട്, ഓർഡേഡ് പെയർ സി ബി. അപ്പോൾ അങ്ങനെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് റിലേഷൻസിനെ എഴുതാം. ഇനി ഇത്തരം ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ആൻറ്റി സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ നോക്കാൻ നമ്മൾ നേരത്തെ വെർട്ടിസസിൻ്റെ കാര്യത്തിൽ പറഞ്ഞുള്ള ചില എളുപ്പ മാർഗങ്ങളുണ്ട്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ അത് റിഫ്ലെക്സീവ്, എല്ലാ വെർട്ടിസസിലും ലൂപ്പ് ഉണ്ടെങ്കിൽ എ ബി ബി സി സി, എയും ബിയും സിയും ആണ് ഉള്ളത്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെയുള്ളതാണ്. അപ്പോൾ എല്ലാ വെർട്ടിസസിലും ലൂപ്പ് ഉണ്ടെങ്കിൽ അതൊരു റിഫ്ലെക്സീവ് റിലേഷനാണ്. ലൂപ്സ് അറ്റ് എവരി വെർട്ടെക്സ് ഇംപ്ലൈസ് ദിസ് ഈസ് എ റിഫ്ലെക്സീവ് റിലേഷൻ. ഇനി സിമെട്രിക് ആണോ എന്നറിയാൻ എന്താ, എ ബി ഉള്ളപ്പം ബി എയും വേണം, എ ബിക്ക് തിരിച്ച് കാണുന്നില്ല. അപ്പോൾ പാരലൽ എഡ്ജസ് അങ്ങനെ വരണം, രണ്ട് ഡയറക്ഷനിലേക്കും കാണിക്കുന്നുണ്ടെങ്കിൽ സിമെട്രിക് ആണ്. അപ്പോൾ ഇത് സിമെട്രിക് അല്ല. ഇവിടെ ബി സിയുടെ കാര്യത്തിൽ അതേ ബി സി ഉണ്ട്, സി ബി ഉണ്ട്, പക്ഷേ എ ബിയുടെ കാര്യത്തിലോ എ സിയുടെ കാര്യത്തിലോ അതില്ല. അത് പെട്ടെന്ന് നോക്കി നമുക്ക് പറയാമെന്നുള്ളതാണ് ഗ്രാഫിൻ്റെ ഒരു ലാഭം. ആൻറ്റി സിമെട്രിക് ആണെങ്കിൽ എഡ്ജ് ഫ്രം ബി ടു സി ഉണ്ട്, എഡ്ജ് ഫ്രം സി ടു ബിയും ഉണ്ട്. ബിയും സിയും ഈക്വൽ അല്ല. പെട്ടെന്ന് നോക്കി നമുക്ക് പറയാം ആൻറ്റി സിമെട്രിക് only if a b be a element of the relation implies a equal to b. അങ്ങനെയുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെർട്ടിസസ് രണ്ടും ഉണ്ടാവരുത്. എയുടെയും ബിയുടെയും കാര്യത്തിൽ പ്രശ്നമില്ല, എയുടെയും സിയുടെയും കാര്യത്തിൽ പ്രശ്നമില്ല, ആൻറ്റി സിമെട്രി പ്രോപ്പർട്ടിക്ക് പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ബി സി ഉണ്ട്, സി ബി ഉണ്ട്, ബിയും സി ഈക്വൽ അല്ല. ഇതൊക്കെ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ള ലാഭം. അതുപോലെ ട്രാൻസിറ്റിവിറ്റി പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. എ തുടങ്ങി ബി വരെ ഉണ്ട്, എ ടു ബി ഉണ്ട്, ബി ടു സി ഉണ്ട്, പക്ഷേ എ ടു സി എന്നില്ല, ഇത് സി ടു എ ആണ്, എ ടു സി എന്നില്ല. അത് പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം ഗ്രാഫ് നോക്കി എളുപ്പം നമുക്ക് പറയാൻ സാധിക്കും. അതിൽ റിഫ്ലെക്സീവ് ഒക്കെ വളരെ എളുപ്പമായിട്ട് പറയാം. എല്ലാ വെർട്ടെക്സിലും ലൂപ്പ് ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. പാരലൽ എഡ്ജസ് രണ്ട് ഡയറക്ഷനിലേക്ക് ഉണ്ടോ എന്ന് നോക്കിയാൽ സിമെട്രി ചെക്ക് ചെയ്യാം. ആൻറ്റി സിമെട്രിയും അതുപോലെ തന്നെ നോക്കിയിട്ട് അതിൻ്റെ റൂൾ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഗ്രാഫിൻ്റെ ഒരു ലാഭം. നൗ വി മൂവ് ടു ഇക്വിവലൻസ് റിലേഷൻസ്. അപ്പോൾ ഇത് രണ്ടുമാണ് രണ്ട് റെപ്രസെൻറ്റേഷൻസ് നമുക്ക് റിലേഷൻസിന് പറയാനുള്ളത്. ഒന്ന് മെട്രിസസ് ഉപയോഗിച്ചും മറ്റേത് ഡയഗ്രംസ് ഉപയോഗിച്ചും. രണ്ടും വളരെ ഈസിയാണ്, നമ്മൾ നോട്ട് നോക്കി മാത്രം പഠിക്കാനുള്ളതുള്ളൂ. വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടാൽ നോട്ട് എഴുതി നിങ്ങൾക്കത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇക്വിവലൻസ് റിലേഷനും പുതിയതൊന്നുമല്ല. റിഫ്ലെക്സീവ്, സിമെട്രിക്, ആൻറ്റി സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്നൊക്കെ നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടല്ലോ. അത് ചെക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ അത് വെച്ചുള്ള ഒരു ക്രൈറ്റീരിയയാണ് നമ്മൾ ഇക്വിവലൻസ് റിലേഷനിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.